ഹായ് ഗൈസ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രണ്ടാൾക്കാരുടെ കഥയാണ്, വിഷ്ണുവും ആദർശും. ഈ രണ്ടുപേരും പുതിയതായിട്ട് എക്സസൈസ് ചെയ്ത് തുടങ്ങിയ ആൾക്കാരാണ്. പക്ഷേ വിഷ്ണു ഇപ്പോഴും എക്സസൈസ് ചെയ്യുന്നുണ്ട്. ആദർശ് അങ്ങനെയല്ല. ആദർശ് 2 ആഴ്ച ചെയ്തതിന് ശേഷം നിർത്തി. അതിനുശേഷം കുറെ പ്രാവശ്യം ആദർശ് വീണ്ടും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നിലനിർത്തി കൊണ്ടുപോകാൻ ആദർശിന് കഴിഞ്ഞില്ല. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. എക്സസൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. പക്ഷെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ആ ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായതുകൊണ്ട്, അതും അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന എക്സസൈസ് കുറച്ച് ഹെവി ആയിട്ടുള്ള ടൈപ്പ് എക്സസൈസ് ആയതുകൊണ്ട് അവർ 1-2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് നിർത്തും. അതുകൊണ്ട് നിങ്ങൾ ഇനി എക്സസൈസ് ചെയ്ത് തുടങ്ങാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എല്ലാ ദിവസവും തുടർന്ന് കൊണ്ടുപോകാം, അതുപോലെ തന്നെ എക്സസൈസിൽ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. നമുക്ക് വീണ്ടും കഥയിലേക്ക് തന്നെ വരാം. വിഷ്ണുവിന്റെയും ആദർശിന്റെയും വീട് അടുത്തടുത്ത് തന്നെയാണ്. അപ്പൊ ഇവരെ രണ്ടുപേരും വീട്ടിന്റെ അടുത്തുള്ള ഒരു ചേട്ടൻ ഇവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഇവർ രണ്ടുപേരും എക്സസൈസ് ചെയ്തു തുടങ്ങിയത്. പക്ഷെ ആ ചേട്ടന്റെ അഡ്വൈസ് പ്രകാരം നമ്മൾ കഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗെയിനും ഉണ്ടാവില്ല, മസിൽ സ്ട്രെങ്ത് ഉണ്ടാവില്ല, എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലാണ്, അതായത് നോ പെയിൻ നോ ഗെയിൻ എന്നുള്ള രീതിയിലാണ് ആ ചേട്ടൻ വിഷ്ണുവിനും ആദർശനും പറഞ്ഞു കൊടുത്തത്. പക്ഷെ ഇവർ രണ്ടുപേരും ചെയ്ത നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇവർ രണ്ടുപേരും എക്സസൈസ് ചെയ്ത് തുടങ്ങി. ആദർശ് ആദ്യം തന്നെ പുഷപ്സും പുള്ളപ്സും ഭയങ്കര ഹെവി ആയിട്ടുള്ള ഹൈ ഇന്റൻസിറ്റി ട്രെയിനിങ്ങിലേക്ക് പോയപ്പോൾ വിഷ്ണു കുറച്ച് സ്ലോ ആയിട്ട് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് ആണ് ചൂസ് ചെയ്തത്. വിഷ്ണു എക്സസൈസിനെ പറ്റി കുറച്ചും കൂടി നല്ല രീതിയിൽ പഠിച്ചു. ഇന്റർനെറ്റിലെല്ലാം കുറെ വീഡിയോസ് ഉണ്ട്, അതിനെപ്പറ്റി കുറെ ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചതിന് ശേഷമാണ് വിഷ്ണു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ വിഷ്ണു തെരഞ്ഞെടുത്ത എക്സസൈസ് ഈ പറഞ്ഞ അധികം ബുദ്ധിമുട്ടുള്ള എക്സസൈസ് ആയിരുന്നില്ല, ലോ ഇന്റൻസിറ്റി എക്സസൈസുകളായിരുന്നു വിഷ്ണു തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വിഷ്ണുവിന് അത് നിലനിർത്തി കൊണ്ടുപോകാനും സാധിച്ചു. പക്ഷെ ആദർശ് പുഷപ്സും ഇതൊക്കെ തുടങ്ങിയെങ്കിലും 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ നിർത്തേണ്ടി വന്നു. നല്ലൊരു തുടക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അധികം ആൾക്കാർക്കും എക്സസൈസിനോട് ഒരു വെറുപ്പുണ്ടാവും, എക്സസൈസ് ചെയ്യാൻ ഒരു മടി ഉണ്ടാവും. കാരണം എന്തായാലും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ ഉണ്ടാവും, മസിൽ ക്രാംസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് തന്നെ അധികം ആൾക്കാരും എക്സസൈസ് നിർത്താറുണ്ട്. ആദ്യത്തെ 1-2 ദിവസം ഉണ്ടാവുന്ന ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു എനർജി, ഇൻസ്പിറേഷൻ ഒന്നും കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. ഇനി എന്തൊക്കെയാണ് 3 തരത്തിലുള്ള ഇന്റൻസിറ്റി എന്ന് ഞാൻ പറയാം. ലോ ഇന്റൻസിറ്റി ഉണ്ട്, മോഡറേറ്റ് ഇന്റൻസിറ്റി ഉണ്ട്, ഹൈ ഇന്റൻസിറ്റി എക്സസൈസുകളുണ്ട്. ഞാൻ ഇതിനു മുമ്പേയുള്ള പല വീഡിയോസിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആഴ്ചയിൽ ഏറ്റവും ചുരുങ്ങിയത് 150 മിനിറ്റ് 150 മിനിറ്റ് എക്സസൈസ് ചെയ്യണം എന്നുള്ളതാണ്. ആ പറയുന്ന 150 മിനിറ്റ് എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ഇന്റൻസിറ്റി ആക്ടിവിറ്റിയാണ്. ഈ 150 മിനിറ്റ് മോഡറേറ്റ് ഇന്റൻസിറ്റി ആക്ടിവിറ്റിക്ക് പകരം 75 മിനിറ്റ്, അതായത് നേരെ പകുതി ഹൈ ഇന്റൻസിറ്റി ആക്ടിവിറ്റിയും വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് എന്താണ് ഈ ലോ ഇന്റൻസിറ്റി, എന്താണ് ഈ മോഡറേറ്റ് ഇന്റൻസിറ്റി, എന്താണ് ഈ ഹൈ ഇന്റൻസിറ്റി എന്നുള്ളത്. അതിന്റെ ഉദാഹരണം ഞാൻ പറയാം. ലോ ഇന്റൻസിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വർത്താനം പറയാൻ സാധിക്കും, വേണമെങ്കിൽ ഒരു പാട്ട് വരെ മൂളാൻ സാധിക്കും. അത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, വർത്താനം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, കൂടുതലായിട്ട് വേർപ്പും വരില്ല. ലോ ഇന്റൻസിറ്റി എക്സസൈസിന്റെ കുറച്ച് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അധികം ആൾക്കാരും ആദ്യം ചെയ്ത് തുടങ്ങുന്ന എക്സസൈസ് തന്നെയാണ് നടത്തം. അധികം ഫാസ്റ്റ് അല്ലാത്തൊരു നടത്തം, ഒരു ലോ സ്പീഡിലുള്ള നടത്തം. ഒരു എക്സസൈസിന്റെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ എക്സസൈസ് നമ്മൾ എത്ര ശക്തി കൊടുത്തിട്ടാണ് ചെയ്യുന്നത്, എത്ര സ്പീഡിലാണ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓരോരുത്തർക്കും ഇന്റൻസിറ്റി വേറെ വേറെ ആയിരിക്കും. അത് പ്രായത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ തരത്തിലുള്ള ഇന്റൻസിറ്റി ആയിരിക്കും. അവർ മുമ്പേ ആ എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ എക്സസൈസ് ചെയ്ത് പരിചയമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്റൻസിറ്റി വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു നല്ല ഫിറ്റ്നസ് ലെവൽ ഉള്ള ഒരാൾക്ക് ഹൈ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ലോ ഇന്റൻസിറ്റി ഒക്കെ ചെയ്യുമ്പോൾ എളുപ്പമുണ്ടാവും, ഫിറ്റ്നസ് ലെവൽ കുറവുള്ള ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വേറെ വേറെ ആയിരിക്കും, അത് മാറിക്കൊണ്ടിരിക്കും. ഇനി മോഡറേറ്റ് ഇന്റൻസിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി, ഇതാണ് 150 മിനിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. മോഡറേറ്റ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡിൽ നടക്കുക, അതുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് വേർപ്പ് ഉണ്ടാവും, ശ്വാസം എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ട് പോലെ തോന്നാം. പക്ഷെ എന്നിരുന്നാലും ഈ മോഡറേറ്റ് ഇന്റൻസിറ്റി ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമുക്ക് വർത്താനം പറയാൻ പറ്റും, ഒരു കോൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിന്റെ എക്സാമ്പിൾ ആണ് കുറച്ച് സ്പീഡിലുള്ള നടത്തം, കയറ്റം കയറുക, സൈക്ലിംഗ്, നിങ്ങളെ ഗാർഡനിലുള്ള പണി, പറമ്പിലുള്ള പണികൾ, ഡാൻസിങ്, സ്വിമ്മിങ്. സ്പോർട്സും നമുക്ക് വേണമെങ്കിൽ മോഡറേറ്റ് ആക്ടിവിറ്റിയിൽ കൂട്ടാൻ സാധിക്കുന്നതാണ്. അതായത് ആ സമയത്ത് കുറച്ച് കൂടുതലായിട്ട് നമ്മളുടെ ബ്രീത്തിങ്ങിന്റെ റേറ്റ് ഫാസ്റ്റ് ആവും. ഇനി നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ നോക്കിയിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ എക്സസൈസ് ഏതല്ല എന്ന് പറയുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ട്.
ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. ഇനി ഹൈ ഇന്റൻസിറ്റി എക്സസൈസ് എന്താണെന്ന് ഞാൻ പറയാം. ഇത്തരത്തിലുള്ള എക്സസൈസിന്റെ എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും സ്പീഡിൽ നടക്കുക, അല്ലെങ്കിൽ ഓടുക, റണ്ണിങ്, ചുരുങ്ങിയത് ഒരു 5 കിലോമീറ്റർ സ്പീഡിൽ ജോഗിങ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും എനർജി കൊടുത്തിട്ടുള്ള പറമ്പിലുള്ള പണികളൊക്കെ ഇതിൽ കൂട്ടാൻ പറ്റും. സ്പീഡിലുള്ള സൈക്ലിംഗ്, ഫ്രീ സ്റ്റൈൽ സ്വിമ്മിങ്, ഇത്തരത്തിലുള്ള ഹെവി എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ശ്വാസം നല്ലോണം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഭയങ്കര സ്പീഡിലായിരിക്കും. നമ്മൾ സത്യം പറഞ്ഞാൽ കിതയ്ക്കും, വർത്താനം പറയാൻ പോലും പറ്റില്ല, ആ രീതിയിൽ ആയി മാറും. നല്ല രീതിയിൽ സ്വെറ്റിംഗ് ഉണ്ടാവും. ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് ഒന്നും തന്നെ സസ്റ്റൈനബിൾ അല്ല. അത് 1-2 മിനിറ്റിൽ കൂടുതൽ അധികം ആൾക്കാർക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന എക്സസൈസ് ആണ് ഹൈ ഇന്റൻസിറ്റി ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇനി എക്സസൈസ് ചെയ്ത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഏതൊരാളും ആദർശിനെ പോലെ ഈ ഹൈ ഇന്റൻസിറ്റി എക്സസൈസ് ആയിരിക്കും ആദ്യം ചെയ്തു തുടങ്ങാം. അത് കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും, കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ, കിതച്ചു പോവും, നമുക്ക് മടുത്തു പോകും. അതുകൊണ്ട് തന്നെയാണ് അധികം ആൾക്കാർക്കും ഇത് സസ്റ്റെയിൻ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കാത്തത്. ഒട്ടുമിക്ക സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത്ലറ്റ്സ് ആവട്ടെ, പ്രൊഫഷണൽ പ്ലെയേഴ്സ് ആവട്ടെ, എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് ലോ ഇന്റൻസിറ്റി അല്ലെങ്കിൽ മോഡറേറ്റ് ഇന്റൻസിറ്റി വർക്കൗട്ട്സ് ആണ്. പക്ഷെ ഇത്തരം ലോ ഇന്റൻസിറ്റി, മോഡറേറ്റ് ഇന്റൻസിറ്റി എക്സസൈസ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അവർ ഇടയ്ക്ക് കുറച്ച് സമയത്തേക്ക് ഹൈ ഇന്റൻസിറ്റിയിലേക്ക് പോകും. അതായത് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ദിവസം 30 മിനിറ്റിന്റെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു 5 മിനിറ്റ് വാമപ്പ് ചെയ്യും, പിന്നത്തെ ഒരു 20 മിനിറ്റ് ലോ മോഡറേറ്റ് ഇന്റൻസിറ്റി വർക്കൗട്ട് ചെയ്യും, പിന്നത്തെ ഒരു 5 മിനിറ്റ് മാത്രം ഒരു ഹൈ ഇന്റൻസിറ്റി എക്സസൈസിലേക്ക് പോകും. അതിനുശേഷം അവർ സ്ട്രെച്ചസോ റെസ്റ്റിങ്, അങ്ങനെയാണ് അവർ ചെയ്യാറുള്ളത്. അതായത് ഈ ഹൈ ഇന്റൻസിറ്റി അവർ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് ചെയ്യുന്നതിന്റെ അളവ് കുറവാണ്. നിങ്ങൾ എന്നോട് ഏതാണ് ഏറ്റവും നല്ല എക്സസൈസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള ആദ്യത്തെ ഉത്തരം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന എക്സസൈസ്, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല എക്സസൈസ് എന്ന് പറയുന്നത്. രണ്ടാമത് ഏറ്റവും നല്ല എക്സസൈസ് എന്ന് പറയുന്നത് ലോ ആൻഡ് മോഡറേറ്റ് ഇന്റൻസിറ്റി എക്സസൈസുകളാണ്. പക്ഷെ അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ഒരു 80% ലോ ഇന്റൻസിറ്റി മോഡറേറ്റ് ഇന്റൻസിറ്റി എക്സസൈസ് ചെയ്യുക, ബാക്കി ഒരു 20% ഹൈ ഇന്റൻസിറ്റി എക്സസൈസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അതുകൊണ്ട് എക്സസൈസ് ചെയ്ത് തുടങ്ങുന്ന ഏതൊരാളും ലോ ഇന്റൻസിറ്റി, മോഡറേറ്റ് ഇന്റൻസിറ്റി പോലത്തെ എക്സസൈസ് ആദ്യം ചെയ്യുക. അത് കുറച്ച് ചെയ്ത് നിങ്ങളുടെ എനർജി ലെവൽ ഒന്ന് ഒരു സ്റ്റഡി ലെവൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഹൈ ഇന്റൻസിറ്റിയിലേക്ക് പോകാൻ സാധിക്കും. ആദ്യം തന്നെ ഹൈ ഇന്റൻസിറ്റി തരത്തിലുള്ള ഒരു എക്സസൈസും കൂടുതൽ ചെയ്യാൻ ശ്രമിക്കരുത്. ചെയ്യാം, പക്ഷേ ഏറ്റവും കുറവ് 20%-ലും കുറവ് ചെയ്താൽ മാത്രം മതി. ഇതൊരു സീക്രട്ടാണ് അധിക അത്ലറ്റ്സിനും പ്രൊഫഷണൽസിനും അറിയുന്നത്. അവർക്ക് ഈ സീക്രട്ട് അറിയുന്നത് കൊണ്ടാണ് അവർ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നതും നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നതും അവരെ ഫിറ്റ്നസ് ലെവൽ അവരെ സ്റ്റഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും. നമുക്കും അതേപോലെ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഡിസിപ്ലിൻ ആണ്. നിങ്ങളുടെ ലോ ഇന്റൻസിറ്റി എക്സസൈസ് ഏതാന്നുള്ളത് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചതിന് ശേഷം ആ ലെവലിൽ തന്നെ കുറച്ച് മാസങ്ങൾ നിൽക്കുക. ആ ലോ ഇന്റൻസിറ്റി, ആ മോഡറേറ്റ് ലെവൽ ഇന്റൻസിറ്റി വർക്കൗട്ട് ആ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം മാത്രം ഇടയ്ക്ക് ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട്സിലേക്ക് പോവുക. ഇനി ആദർശ് ചെയ്ത പോലെ വീട്ടിന്റെ അടുത്തുള്ള ചേട്ടൻ പറഞ്ഞ് മസിൽസ് ഒക്കെ കാണിച്ച് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആദ്യം തന്നെ പോയി 10-30 പുഷപ്സ് ഒന്നും ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളെല്ലാവരും വിഷ്ണു ചെയ്ത പോലെ തന്നെ ആദ്യം ലോ ആൻഡ് മോഡറേറ്റ് ഇന്റൻസിറ്റി വർക്കൗട്ട്സ് എക്സസൈസ് കൂടുതൽ ചെയ്യുക. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഹൈ ഇന്റൻസിറ്റിയിലേക്ക് പോവുക. പക്ഷേ കഴിയുന്നതും എല്ലാ ദിവസവും ചെയ്യാൻ നോക്കുക. എല്ലാ ദിവസവും പറ്റിയിട്ടില്ലെങ്കിൽ ആഴ്ചയിൽ ചുരുങ്ങിയത് 5 ദിവസമെങ്കിലും ചെയ്യാൻ ശ്രദ്ധിക്കുക. എക്സസൈസിനെ കുറിച്ചും ഫിറ്റ്നസിനെ കുറിച്ചും ഞാൻ ഇതിനു മുമ്പേ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത്തരം വീഡിയോസ് എല്ലാം കൂടി ഒരു യൂട്യൂബ് പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കാണാൻ സാധിക്കുന്നതാണ്. ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ചാനലിലെ വീഡിയോസ് കാണുന്നവർക്ക് ഇനി മുതൽ ചാനലിലെ മെമ്പേഴ്സ് ആവാൻ സാധിക്കുന്നതാണ്. മെമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് കിട്ടുന്നതാണ്. അതായത് നിങ്ങൾ തരുന്ന കമൻസിന് പ്രയോറിറ്റി റിപ്ലൈസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എക്സ്ട്രാ വീഡിയോസ് മെമ്പേഴ്സിന് മാത്രമായിരിക്കും ഇനി റിലീസ് ചെയ്യുന്നത്. ഞാൻ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും ബിഹൈൻഡ് ദ സീൻ മറ്റു കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുറേ മിസ്റ്റേക്സ് വരാറുണ്ട്, ബ്ലൂപ്പേഴ്സ് നടക്കാറുണ്ട്. ഇത്തരത്തിലുള്ള മിസ്റ്റേക്സും ഈ മെമ്പർഷിപ്പ് ഏരിയയിൽ മാത്രമായിരിക്കും ഇനി പബ്ലിഷ് ചെയ്യുന്നത്. മെമ്പർഷിപ്പിൻ്റെ ഓരോ ലെവലും മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോസ് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലൈവ് ആയിട്ടുള്ള ഒരു ഇവൻറ്റും മെമ്പേഴ്സിന് മാത്രമായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്, ജോയിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പലതരത്തിലുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ പ്ലാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും ചാനലിലെ മെമ്പർ ആവുകയാണ് ചെയ്യുന്നത്. മെമ്പേഴ്സിന് വേണ്ടി മാത്രം കുറച്ചും കൂടി കൂടുതൽ വാല്യൂ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇനി ഞാൻ നിങ്ങളെ മെമ്പർഷിപ്പ് ഏരിയയിൽ കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ലൈക്ക് ബട്ടൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.
നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.